അല്ല, ഇതൊക്കെ എന്തിനാ? എന്റെ ശേഖരേട്ടാ, 108 തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ സ്ഥലം വന്ന് കണ്ട് വിലപേശാനൊന്നും അവന്മാർക്ക് സമയമില്ല. എന്നെ വിശ്വസിച്ച് ചെയ്യുന്ന ഡീലാ. വയലിന്റെ പടമെങ്കിലും അയച്ചു കൊടുത്തില്ലെങ്കിലേ മോശമല്ലെന്ന് കരുതിയാ. കാലത്തിന്റെ ഓരോ പുരോഗതി. പിന്നെ ഒരു കാര്യം, ഒരു കാരണവശാലും ഇത് ദാസൻ അറിയരുത്. അതെന്താ? അല്ല, പാർട്ടിക്കാരനായ ഞാൻ പാർട്ടിക്കെതിരായ താനുമായി കൂട്ടുകൂടി ഈ വയല് കച്ചവടമാക്കിയെന്ന് കേട്ടാ ദാസൻ എന്നെ ഓടിക്കും. ഓടിക്കും. പക്ഷെ ഈ നമ്പീശനെ അല്ല, വേറൊരാളെ. അതാരെ? സാക്ഷാൽ ഒബാമയെ. സന്ദർശനത്തിനെത്തിയ ഒബാമയെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കാനുള്ള തിരക്കിലാണ് ദാസൻ. അതിനിടയിൽ ഈ സ്ഥലക്കച്ചവടം നടന്നാ നിങ്ങളുടെ ഭാഗ്യം, അല്ലെങ്കിൽ എന്റെ ഭാഗ്യം. അതെന്താ നിന്റെ ഭാഗ്യം? അല്ല, കച്ചവടം നടന്നില്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അടുത്ത് നിന്ന് കാണാലോ. തന്നെയല്ല, ഒരു കാര്യമില്ലാതെ അതിനകത്തൊക്കെ കൈയിട്ട് കുളമാക്കുകയും ചെയ്യാം. എന്താണെന്നറിയില്ല, എനിക്ക് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതൊരു പ്രത്യേക സുഖമാണ്. എന്താ കേളു ഈ ഒബാമ എന്ന് പറഞ്ഞ സാധനം? അത് അമേരിക്കയിൽ നിന്ന് ഇറങ്ങിയ ഒരുതരം ആമയാ കാത്തിക്കിട്ടാ. അതാണോ? ഞാൻ കരുതി ഏതോ മുന്തിയനെ വാറ്റായി. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആരാണ് ഈ ഒബാമ? നമുക്കറിയാം, അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആണ്, ലോക പോലീസാണ്. ആരാണ് ഈ ഒസാമ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒസാമ ബിൻ ലാദനാണ്. ലോക തീവ്രവാദിയാണ് അയാൾ. ഒബാമയും ഒസാമയും ചേർന്നുള്ള കള്ളനും പോലീസും കളിക്കിടയിൽ ഇവിടുത്തെ പറയുന്നത് കേട്ടോ. ലോക പോലീസാവാൻ ബെസ്റ്റ് നമ്മുടെ പോലീസാ. ആരെ വേണേലും ഉരുട്ടും, ഏത് കേസ് വേണേലും മുക്കും. നമ്മുടെ നാടൻ ഇറച്ചിക്കടകളൊക്കെ മാറ്റി അമേരിക്കൻ സാമ്രാജ്യത്വം ഇവിടെ കെൻഡക്കി ചിക്കൻ സ്റ്റാളുകൾ കൊണ്ടുവരാൻ പോവുകയാണ്. കെൻഡക്കി ചിക്കനോ? അതെന്താ സാധനം? പൈന്റ് ചിക്കൻ എന്നൊക്കെ ആൾക്കാർ റേഷനറി വാങ്ങാൻ കാശില്ലാതെ നട്ടം തിരിയുമ്പോഴാ ഒരു കെൻഡക്കി ചിക്കൻ. ഈ കെൻഡക്കി ചിക്കൻ എന്ന് പറഞ്ഞാൽ എന്താ? അതെ, ചിക്കൻ കിറ്റിലായിട്ട് ഉപ്പിട്ട് പുഴുങ്ങുന്നതാ. ഒബാമയുടെ ഈ വരവിന്റെ ഉദ്ദേശം 10,000 കോടി രൂപയുടെ ആയുധ കച്ചവടം നടത്താനാണ്. ഇവിടെ എന്തിനാ പുറത്തുനിന്ന് ആയുധം ഇറക്കുമതി ചെയ്യുന്നത്? എല്ലാവരുടെ കയ്യിലും നാടൻ ബോംബും പലതരം കത്തിയില്ലേ? സഹാവ് ഒബാമയോട് ഞാൻ പറയുകയാണ്, സ്ത്രീകൾ അബലകളല്ല, ചപലകളും തബലകളുമല്ല. ഞങ്ങൾ സ്ത്രീകളെ അടിച്ചമർത്താൻ ഏത് ഒബാമയ്ക്കും കഴിയില്ല. നമുക്കൊട്ടും ഭയവുമില്ല. ഏത് വെടിയുണ്ടെയും ബോംബിനെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ലീലാമ്മ കൈവിട്ടു പോകുന്നു. അഹിംസ എന്ന മഹാമന്ത്രം ലോകത്തിന് സമ്മാനിച്ച മഹാത്മാവേ, അങ്ങയുടെ പേര് സ്വന്തം പേരിനോടൊപ്പം ചേർത്ത് മഹത്തായ ആ പാത പിന്തുടർന്ന ഗാന്ധിസുതൻ എന്നെന്റെ അച്ഛ, ഗാന്ധികിട്ടൻ എന്ന് അങ്ങ് പേരിട്ട ഈ മകൻ ഇതാ നാട്ടുകാരെ സേവിക്കാൻ പോവുകയാണ്. അനുഗ്രഹിച്ചാലും. രാവിലെ ഗാന്ധി പ്രാർത്ഥന, അതിനുശേഷം മുഴുവൻ സമയം വാറ്റുചാര വിതരണം. നാണമില്ല മനുഷ്യ. മറ്റുള്ളവർ പറയുന്ന കേൾക്കുമ്പോ തൊലി ഉരിഞ്ഞു പോവുക. തൊലി ഉരിഞ്ഞു പോവാൻ നീ എന്താ പാമ്പാ? അച്ഛന് മറ്റെന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചൂടെ? ആൾക്കാരുടെ കരട് കരിക്കുന്ന വാറ്റൊന്നും നിർത്ത്. എത്ര കുടുംബങ്ങളെ പട്ടിണിയാവുന്നേ. മോളെ ഉഷാ ഗാന്ധി, മോനെ സുദീപ് ഗാന്ധി, വാ. കുഷ്ഠരോഗിയുടെ കക്കൂസ് കഴുകാൻ സ്വന്തം ഭാര്യയെ നിയോഗിച്ച ആ മഹാത്മാവിന്റെ ശിഷ്യന്റെ ഈ മകൻ സ്വാശ്രയത്തിനു വേണ്ടിയല്ലേ മോളെ ഈ എളിയ പ്രവൃത്തി ചെയ്യുന്നത്? സ്വന്തം കൈകൊണ്ട് നൂൽ നൂറ്റ് യന്ത്രത്തറികളോട് യുദ്ധം പ്രഖ്യാപിച്ചു മഹാത്മാവ്. തണ്ണി ഉണ്ടാക്കുന്ന എല്ലാ യന്ത്രങ്ങളോട് ഞാനും യുദ്ധം പ്രഖ്യാപിച്ചു. എന്നിട്ട് സ്വന്തം കൈകൊണ്ട് വാറ്റി സ്വയം തൊഴിൽ കണ്ടെത്തി. ബാങ്ക് വേണ്ട, വായ്പ വേണ്ട, പലിശയും കൂട്ടുപലിശയും ഇല്ല. മക്കൾക്ക് മനസ്സിലായല്ലോ? അച്ഛന് തൊഴിലിന് പോകാനുള്ള സമയമായി. വരട്ടെ മാധവി ഗാന്ധി. ഞാൻ മാധവി ഗാന്ധി അല്ല, പിന്നെ മാധവി അമ്മയാ. ഗാന്ധി എന്നൊക്കെ പേരിനൊപ്പം ചേർക്കണമെങ്കിലേ അതിനുള്ള അർഹതയും അന്തസ്സും വേണം മനുഷ്യ. എന്നാ അർഹത അന്തസ്സും ഉള്ളവന്റെ കൂടെ മക്കളെ കൊണ്ട് പോക്കോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പിള്ളേര് ഞാനും കൂടെ ഉള്ളത് കൊണ്ട് പോലീസുകാർ തല്ലിക്കൊല്ലുന്നില്ല. സഹനത്തിന്റെ പാതകളിൽ, ത്യാഗത്തിന്റെ വഴികളിൽ മഹാന്മാർക്ക് അങ്ങനെ പലതും നേരിടേണ്ടി വരും. ഇതുപോലുള്ള ഭാര്യമാരെയും. ഈ മനുഷ്യൻ ഇനി എപ്പോഴാ നന്നാവുക എന്റെ ഈശ്വരാ? പോകുന്ന പോക്ക് കണ്ടില്ലേ? രാവിലെ തൊട്ട് വൈകിട്ട് വരെ കഷ്ടപ്പെട്ട് കിട്ടുന്ന കാശ് മുഴുവൻ കുടിച്ചു തീർക്കുന്ന പുറവങ്കരയിലെ ഈ വിശ്രമ കേന്ദ്രം ഇനി പ്രവർത്തിക്കണ്ട. അടിച്ച് തകർക്ക് പെണ്ണുങ്ങളെ. കടന്ന കൂട്ടത്തോടെ ആണുങ്ങളെ നന്നാക്കാൻ ഇത് നിങ്ങൾക്ക് വീട്ടിൽ അടിച്ചു പൊട്ടിക്ക്. അവന്റെ ഒടുക്കത്തെ
ഒരു ചാരായം മാറ്റി ഒരെണ്ണം മിച്ചം വെച്ചേക്ക്. അടച്ച് നാർക്കെ. എല്ലാം വലിച്ചെറി. വലിച്ച് പൊളിക്ക്. അയ്യോ പുഷ്പേ, പിടിക്ക്. വിടരുത് അവനെ. വേഗം വാ. ആ, ചെല്ലേ. ഡാ, ഗാന്ധികേട്ടാ. നിക്കടാ അവിടെ. ഡാ, നിന്നോടാ പറഞ്ഞെ. സ്ത്രീകളെ ഓടിക്കരുത്. എടാ, അവിടെ നിക്കടാ അവിടെ. നീ എവിടം വരെ ഓടുമെന്ന് ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ. നിക്കലാ പറഞ്ഞെ. നിക്കലാ അവിടെ. എനിക്ക് സംസാരിക്കണം. ക്ഷമിക്കണം, നിങ്ങളോടല്ല, സഹാവ് ദാസനോട് ഫോണ്. സംസാരിക്ക്, പെട്ടെന്ന് സംസാരിക്ക്. സഹാവേ, ഞാൻ കിട്ടണ ചെറിയൊരു സംശയം. നിന്റെ സംശയങ്ങളൊക്കെ തീർക്കാൻ ലീലാമ്മ അങ്ങോട്ട് വന്നിട്ടില്ലേ? വന്നു, തൊഴിലുറപ്പുകാരെല്ലാം വന്നു. ശരിക്കും തൊഴിലുറപ്പ് പദ്ധതി എന്താണെന്നാണ് എന്റെ സംശയം. നമ്മുടെ രാജ്യം മാതൃകാപരമായി നടപ്പാക്കുന്ന തൊഴിൽ പദ്ധതിയാണത്. ആണല്ലോ. ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ തൊഴിലുറപ്പ് പദ്ധതി പൊളിക്കാനാണോ ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് സഹാവ് പറയണം. ഞങ്ങൾ പറയാണോ? ഈശ്വരാ, ഇവൻ വെടി തീർന്നോ? ഇപ്പൊ ഒരു കാര്യം എനിക്ക് ബോധ്യമായി. എന്തോന്നാ? തൊഴിലുറപ്പ് പദ്ധതിയിൽ അടി ഉറപ്പാണ്. സ്വന്തം പാർട്ടിക്കാര് പോലും കാണിക്കാത്ത സ്നേഹമാ സതീശ നീ എന്നോട് കാണിച്ചത്. ഒരു ഭാഗത്ത് വയല് വിൽക്കാനോ നികത്താനോ പോലും സമ്മതിക്കാത്ത എന്റെ പാർട്ടിക്കാര്, മറുഭാഗത്ത് കല്യാണം ഉറപ്പിച്ച എന്റെ മോള്. ദാ കണ്ടോ, ഞാനിന്ന് പ്രഭുവാ, ലക്ഷപ്രഭു. നീ ഒരാൾ എന്നോട് കാണിച്ച സ്നേഹം കൊണ്ട് നന്ദിയുണ്ട്. നന്ദി. ശരിട്ടാ, മതി, ഓവറാക്കണ്ട. ഇനി വീട്ടിലേക്ക് വിട്ടോ. പോവാ. സതീശ, പിന്നെ ഒരു കാര്യം, ഒരു കാരണവശാലും ഇത് ദാസൻ അറിയരുത്. അറിഞ്ഞ ഇതിന്റെ പേരിൽ അവൻ എന്നെ പാർട്ടിന്ന് പുറത്താക്കും. അവൻ എപ്പോഴും കട്ടൻ ചായ പരിപ്പുവട ലൈനല്ലേ. ശേഖരേട്ടൻ ഒന്നും പേടിക്കണ്ട, ആരും അറിയാൻ പോകുന്നില്ല. ഇനിയിപ്പോ പാർട്ടിന്ന് പുറത്താക്കിയാ തന്നെ അതൊക്കെ പുല്ലായി കരുതണം. ശേഖരേട്ടന് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരാലോ. പിന്നെ ആർക്കും ഏത് അലവലാതിക്കും ഏത് പാതിരാത്രിക്കും കയറി വരാവുന്ന പാർട്ടി ഒന്നേ ഉള്ളൂ. കടല് പോലെ കിടക്കുന്ന ദേശീയ പാർട്ടി. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ഇന്ന് വന്നു കഴിഞ്ഞാൽ നാളെ പ്രസിഡന്റ് ആവാം. 15 കൊല്ലായിട്ടിരിക്കുന്ന ഞാനിവിടെ ഒന്നും ആയില്ല. ഒന്നുകൂടെ മതി, നിർത്ത. വേണ്ടേ? ചിക്കൻ കഴിക്കാമല്ലോ. ഒന്നും വേണ്ട, മതി. ആരാ നിങ്ങള്? എന്താ വേണ്ടുന്നേ? എല്ലാം ഓക്കെ അല്ലേ ഷൺമുഖ? ഓക്കെയാണ് സാർ. എന്നാ ചെല്ല്. ശരി. മണി, ഓന്റെ തന്ത. അയ്യോ അളിയാ, അളിയനായിരുന്നു, ഞാൻ കണ്ടില്ല. എന്താ ഇവിടെ സംഭവിച്ചത്? മണി, ഒരു വെടിക്ക് 2 പക്ഷേ. അതിനിടയ്ക്ക് വെടി പൊട്ടിയോ? ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എടാ, ഞാൻ സതീഷിന്റെ കാര്യം പറഞ്ഞു. സതീഷിന്റെ കഥ കഴിഞ്ഞ അവന്റെ നേതാവുകൾ ഇതോടെ കഴിഞ്ഞല്ലോ. ഇനി വേണം എന്നെ പോലുള്ള മാന്യന്മാർക്ക് ദേശീയ പാർട്ടി നേതൃസ്ഥാനത്തോട്ട് വരാൻ. എന്ത് നേതൃസ്ഥാനത്തോട്ട് വരാൻ? സ്ഥാനം അവിടെ വെടിപൊട്ടിച്ചിട്ട് പിടിക്കണ്ടേ? നേതൃസ്ഥാനത്തോട്ട് വരാൻ വെടിപൊട്ടിക്കരുത്. അല്ലെ വെടിപൊട്ടി നേതൃസ്ഥാനത്തോട്ട് വരാതെ വെടിപൊട്ടിക്കാൻ പറ്റില്ല. സഖാവ് കുമാരേട്ടന്റെ കൂടെ നിന്ന് ഈ നാട്ടിൽ പാർട്ടി പടുത്തുയർത്തിയ ആളാ ശേഖരേട്ടൻ. ശേഖരൻ നമ്പീശൻ നെഞ്ചു നിവർത്തി മുദ്രാവാക്യം വിളിച്ചു പോകുന്നത് കാണാൻ വള്ളി ട്രൗസറും ഇട്ട് റോഡരിയിൽ നിന്ന പിള്ളേരാ ഞങ്ങളൊക്കെ. എന്നിട്ടിപ്പോ ശേഖരേട്ടൻ തന്നെ കള്ളന്മാരുടെ കൂടെ നിൽക്ക. ഒടുക്ക അവരെ തല്ലു വാങ്ങി വരാന്നൊക്കെ പറഞ്ഞ നാണക്കേട് നിങ്ങൾക്ക് മാത്രല്ല
പാർട്ടിക്കും അതിന്റെ പിന്നിൽ അണിനിരക്കുന്ന ബഹുജനങ്ങൾക്കുവാ. എനിക്ക് വേദനയുണ്ട് ശേഖരേട്ടാ. ഈ സാമ്രാജ്യത്വം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ വരെ ഉണ്ടെന്ന് പറയുന്നത് ഇതാണ്. പാർട്ടിയുടെ ബൂർഷാസികളും പെറ്റി ബൂർഷകളും പെരുകി വരുന്നതിന്റെ ശക്തമായ തെളിവായി കിടക്കുന്നത്. അപ്പടെ മതിയാക്ക്. സുഖമല്ല നടക്കുന്ന ആളല്ലേ ശേഖരേട്ടൻ. മകളുടെ കല്യാണത്തിന് ഒരു ഗതി ഇല്ലാത്തോണ്ടല്ലേ ശേഖരേട്ടൻ വയല് വിറ്റത്. അത് പോട്ടെന്ന് വെക്കാം. എന്നാൽ ആ സതീശൻ കാട്ടിയതോ ഇടപാട് നടത്തി ബ്രോക്കർ കാശ് വാങ്ങിയതും പോരാഞ്ഞ് ഗുണ്ടകളെ കൊണ്ട് അടുപ്പിച്ച് സഖാവിന്റെ കാശ് കെട്ടിയെടുത്തു. അതിലും വലിയ തെണ്ടിത്തരമുണ്ടോ? ഇതിനെതിരെ ജില്ലാതലത്തിൽ നമുക്കൊരു ഹർത്താൽ തന്നെ നടത്തിയാലോ സഖാവേ? ഹർത്താലുകൊണ്ട് ജനങ്ങൾക്ക് പല ഗുണങ്ങളും ഉണ്ട്. എല്ലാവർക്കും രണ്ടെണ്ണം അടിച്ച് വിലസാവല്ലോ. പിന്നെ എന്റെ കച്ചവടം അങ്ങ് പാർട്ടിയുടെ പേരിൽ തന്റെ കച്ചവടം പൊടി പിടിക്കാനുള്ള കുതന്ത്രം ഉണ്ടല്ലോ, അതങ്ങ് മാറ്റി വെച്ചാ മതി കേട്ടോ. അതെ, സതീശൻ അങ്ങനെ വിട്ടാ അവൻ ഈ നാട് തന്നെ വിറ്റ് കാശാക്കും. ഉടനെ എന്തെങ്കിലും ചെയ്യണം. എന്നാ നല്ല കടുപ്പത്തിലായിക്കോട്ടെ. മലപ്പുറം ദ്രവ്യന ബെസ്റ്റ്. ആള് സ്പോട്ടിൽ വടിയായി പോവും. അവനിപ്പോ പാർട്ടി ഓഫീസിൽ കാണും. മഹാത്മജിയുടെ പാരമ്പര്യമുള്ള നമ്മുടെ പാർട്ടിയെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആരും ഗുണ്ടായിസം കാണിക്കാറില്ല. അതെ അതെ, അടി വരുമ്പോഴേ ഓടാറാണല്ലോ പതിവ്. നമ്മുടെ എതിർ പാർട്ടിക്കാരനാണെങ്കിലും വ്യക്തിപരമായ ഒരു പ്രതിസന്ധി വന്നപ്പോ ശേഖരൻ നമ്പീശൻ എന്റെ സഹായം ആവശ്യപ്പെട്ടു. മനുഷ്യത്വത്തിന്റെ പേരിൽ ഞാൻ അയാളെ സഹായിച്ചു. എന്നിട്ട് ഖദറിട്ട കുറെ പേർ ചേർന്ന് അയാളെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അവർ ആരാണ്? നമ്പീശനുമായുള്ള ഭൂമി ഇടപാട് നമ്മുടെ കൂട്ടത്തിലുള്ള ഏതോ യൂദാസ് ഒറ്റിക്കൊടുത്തിട്ടുണ്ട്. അയാൾ ആരാണെന്ന് കണ്ടെത്തണം. എന്നെ ഏതെങ്കിലും യൂദാസ് ഒറ്റുവോ എന്തോ. എന്തായാലും അവരിന് വെറുതെ ഇരിക്കില്ല. സതീഷ് തന്നെ ആ പണം തട്ടി എടുത്തതെന്നാണ് നാട്ടിലെ സംസാരം. അതിനിപ്പോ നമുക്ക് നാട്ടുകാരെ കുറ്റം പറയാൻ പറ്റില്ല അല്ലേ? ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം. പക്ഷേ എന്റെ അമ്മ പോലും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്തായാലും നമുക്കിത് വെറുതെ വിടാൻ പറ്റില്ല. ഇതിന്റെ പുറകിലുള്ളവർ എവിടെ മുങ്ങിയാലും നമുക്ക് കണ്ടുപിടിക്കണം. പാർട്ടി എന്ന് പറയുമ്പോ AKG എന്നും കൃഷ്ണപിള്ള എന്നും പറയണം. AKG ഒന്ന് നോക്കിയാ മതി, സകലവന് മൂത്രമൊഴിക്കും. പണത്തിന്റെയോ കാറിന്റെയോ ബംഗ്ലാവിന്റെയോ ബലത്തിലല്ല പഴയ നേതാക്കന്മാർ നിറഞ്ഞു നിന്നത്. അവർക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി നിന്ന ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു അവരുടെ സ്ഥാനം. എന്റെ അപ്പു, നീ അവർക്കൊക്കെ താമസിക്കാൻ ഇടമൊരുക്കിയും അവരുടെയൊക്കെ കത്ത് കൈമാറിയും നടന്നിട്ട് എന്ത് നേടിയെന്നാ ഞാൻ ചോദിക്കുന്നത്. എനിക്കൊന്നും വേണ്ടടോ. ഞാൻ മരിച്ചാലേ ചുവന്ന കൊടി പുതപ്പിച്ച് കിടത്തണമെന്നുള്ള മോഹം മാത്രമേ ഉള്ളൂ ബാക്കി. സഖാവ് കുമാരൻ ജനിച്ച ഈ പുറവങ്കരയിലെ ദാസനെ പോലെ നേരും നെറിയുമുള്ള സഖാക്കൾ ഉള്ളിടത്തോളം എന്റെ മോഹം നടക്കുമെന്ന് എനിക്ക് ഉറപ്പാ. ഗ്രാമസഭയിൽ കണ്ടില്ലല്ലോ. അസുഖം വല്ലതും? ഹേയ്, അവളൊരു അത്യാവശ്യത്തിന് ബാങ്ക് വരെ പോയതാ. പണ്ട് കർഷക സമരത്തിൽ പങ്കെടുത്ത് തല്ലുകൊണ്ട് മരിച്ച സഖാവ് വേലായുധേട്ടന്റെ മകനല്ലേ എന്ന സഹതാപത്തിൽ പാർട്ടി നൽകിയ ഈ ജോലിയിലിരുന്നുണ്ട് പാർട്ടിക്കാരുടെ മേലെ കുതിര കയറിയാലുണ്ടല്ലോ. അറിയാലോ അമ്പിളിയെ? എന്റെ അമ്പിളി, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? കുറെ കാലം മുമ്പ് എടുത്ത് ലോണാ. പലിശയും പലിശയുടെ പലിശയായി തുക അങ്ങ് വർദ്ധിച്ചപ്പോ ജപ്തി എന്ന് പറഞ്ഞ് നോർമലായ ഒരു നോട്ടീസ് അയച്ചു. അത്രേ ഉള്ളൂ. ബാങ്കിന്റെ ഒരു ഫോർമാലിറ്റി. ഡയറക്ടർമാരൊക്കെ പാർട്ടിക്കാരാണെങ്കിലും ബാങ്കിന് സഹകരണ നിയമത്തിനപ്പുറം പോകാൻ പറ്റുമോ? എനിക്കും അറിയാം രാമേന്ദ്രൻ സാറേ, ഈ സഹകരണ നിയമം വമ്പന്മാരെ കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാക്കിയാലും നിങ്ങളുടെ ഈ ബാങ്ക് അനങ്ങില്ല. പാവപ്പെട്ടവന്റെ ചില്ലറക്കാശ് കുടിശ്ശികയായ ജപ്തിയും ഭീഷണിയും. പിന്നെ എന്റെ അച്ഛൻ എന്തുകൊണ്ട് കടക്കാരനായെന്നുള്ളത് നിങ്ങൾ അറിയണം. സഖാവ് കുമാരേട്ടന്റെ കുടുംബത്തിന് പാർട്ടിന്ന് പോലും വേണ്ടത്ര സഹായം ലഭിക്കാതെ വന്നപ്പോ വിലാസിനേച്ചിയും മകളെയും സഹായിക്കാൻ സ്വന്തം കിടപ്പാടം പണയപ്പെടുത്തി കടം വാങ്ങിയതാ എന്റെ അച്ഛൻ ചെയ്ത കുറ്റം. അമ്പിളി പറയുന്നൊക്കെ എനിക്കറിയാം. പക്ഷേ പാർട്ടി വേറെ, ബാങ്ക് വേറെ. അമ്പിളിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഡയറക്ടർ ബോർഡിന് എഴുതി കൊടുക്ക്. സതീഷേ, എനിക്ക് ആകെ ഒരു വല്ലാഴിക. PCPയെ മാതൃപാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്ന കാര്യം എന്തായി? എന്തിനാ ചീത്തവിളിയും തമ്മിലടി നടത്തി പാർട്ടിന്ന് ചാടിപ്പോയത്? തൊഴിലാളി പാർട്ടിയിൽ ചേർന്നിട്ട് മന്ത്രി കസേരയിൽ ഇരിക്കാമെന്ന് മോഹിച്ച് ഒടുക്കം പെരുവഴിയിലായപ്പോഴാ നിങ്ങളുടെ നേതാവിന് ബോധോദയം ഉണ്ടായത്. ഇനി വച്ച് അനുഭവിച്ചോ? അപ്പോ രക്ഷയില്ലേ? ഹൈക്കമാൻഡിന്റെ പരിഗണനയില്ല. ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയ മല ചവിട്ടാമെന്ന് ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്. ഒരു ഉറപ്പ് കിട്ടിയാൽ മതിയായിരുന്നു. എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം.
അതെ, തീരുമാനം വരുമ്പോഴേക്ക് ഉച്ചയും തെറ്റ് മുല്ലയും പാടും. ചേട്ടൻ ഒന്ന് വന്നേ, എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കണ്ട. സതീഷേ, എന്റെ വന്നേന്ന് രമേശ് വീട്. എന്താ നേതാവേ, വല്ല പുതിയ കൊട്ടേഷന്റെയും പ്ലാനിങ്ങിലാണോ? കവലയിലൊന്നും അധികം ചുറ്റിക്കറങ്ങണ്ട, ആമ്പിള്ളേര് കണ്ട തടി കേടാവും. അപ്പൊ നമ്മുടെ കയ്യിൽ എന്താ മാങ്ങ പറിക്കാൻ പോകും? ഭീഷണികളാമ്പിളി. ഇവനോടൊക്കെ സൂക്ഷിച്ച് സംസാരിക്കണം. അമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത വർഗ എന്തും ചെയ്യും. ദാസേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആരാ നിന്റെ ദാസേട്ടൻ? നിന്റെ കളിന് അധികം നടക്കില്ല. നീ കാരണം ഒരു കുടുംബ കണ്ണീര് കുടിച്ചത്. ഒറ്റ കുത്തിന് നിന്റെ കൊടലുമാല വലിച്ചെടുത്ത് കഴുത്തിലിട്ട് ഈ തെരുവിലൂടെ എനിക്ക് നടക്കാൻ അറിയാനിട്ടല്ല. അറിയാലോ നിനക്കെന്നെ? ഞങ്ങളുടെ പാർട്ടിക്കാരനെ നോവിച്ചതിന്റെ വേദന നീ അറിയും. കയ്യും കാലുമില്ലാതെ ഈ റോഡിലൂടെ പാമ്പിനെ പോലെ എഴഞ്ഞു പോകുന്നത് ഞാൻ കാണും. കതറുമിട്ട് കള്ള പാരമ്പര്യവും പറഞ്ഞ് രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ പാടുപെടുന്ന പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കണ്ടവനൊക്കെ കൊന്നും കട്ടും പറ്റിച്ച് നേടിയ പണല്ലേ, അത് കടലാസ് കഷ്ണങ്ങളാക്കി അടുപ്പിലിട്ട് കത്തിച്ച് അതിന്റെ ചാരം നിന്റെ നെറ്റിയിൽ ഞാൻ പൂശും. ഇത് സഖാവുദാസനാ പറയണേ. ദാസേട്ടൻ ഞാൻ ഒരു തെറ്റ് മിണ്ടരുത് നീ. ദേശീയ പാർട്ടിയുടെ യുവനേതാവ്. ദാസേട്ടൻ പറഞ്ഞതാ.